Hi friends, welcome back to my channel, your online teacher. അപ്പോൾ നമ്മുടെ +1 എക്കണോമിക്സിന് ഡബിൾ പാസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യൻ എക്കോണമിയിലെ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന തിയറി ക്വസ്റ്റ്യൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു. പ്രോബ്ലംസ് നമ്മൾ ഓരോന്നായിട്ട് സ്റ്റാർട്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു ഡബിൾ പാസ് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട വീഡിയോ ആണിത്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ട സ്റ്റെപ്പ് നമ്മുടെ സ്റ്റാറ്റിയിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പഠിക്കേണ്ട ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കണം. ഓക്കെ, WTOയുടെ എയിംസ് എന്താണെന്നുള്ളത് പഠിക്കണം. ഇൻഡെക്സ് നമ്പറിന്റെ യൂസസ് പഠിക്കണം കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്നത് 5-year പ്ലാന്റെ ഗോൾസ് പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഡബിൾ പാസ് വേണമെങ്കിൽ നമുക്ക് എത്ര മാർക്ക് വേണം? 24 48 മാർക്ക് വേണം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ രണ്ട് ചോദ്യം പറഞ്ഞുകൊണ്ട് ഇത് മാത്രം പഠിച്ചാൽ ഡബിൾ പാസ് കിട്ടുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഡബിൾ പാസ് കിട്ടാൻ കുറച്ചധികം പഠിക്കേണ്ടി വരും. A+ കിട്ടാൻ അതിലും അധികം പഠിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കണം. ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗ്രീൻ റെവല്യൂഷന്റെ ഷോർട്ട് നോട്ട്. ഓക്കെ, ഇൻഡെക്സ് നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പഠിച്ചിരിക്കണം. പിന്നെ വരയ്ക്കാനുള്ളതെല്ലാം പഠിച്ചിട്ട് പോവുക. സിമ്പിൾ ആണ്. പൈ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കുക, ഒജീസ് വരയ്ക്കാൻ പഠിക്കുക, ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ പഠിക്കാം. പിന്നെ കോറിലേഷനൊക്കെ ആ ഗ്രാഫ് ഉണ്ടല്ലോ, അത് നമുക്ക് മെഷർമെന്റ് പോലും വേണം, വെറുതെ വരച്ചു വെച്ചാൽ മതി. അത് പഠിക്കണം. ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ മുരടിക്കാനുള്ള കാരണങ്ങൾ പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കണം ഒജീസ് വരയ്ക്കാൻ പഠിക്കണം, അത് പറഞ്ഞല്ലോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സ്ട്രാറ്റജീസ് പഠിക്കണം. മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പഠിക്കണം. പിന്നെ പോവർട്ടിയുടെ കോസസ്, ഒന്നെങ്കിൽ മീൻ മീഡിയൻ മോഡും പിന്നെ ഇതും കൂടി പഠിക്കണം. ഇത് ചാപ്റ്റർ 4 പോവർട്ടിയിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പോവർട്ടി അലീവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡബിൾ പാസ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. സോറി, ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഇതുണ്ടല്ലോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കണം കേട്ടോ. അത് നമ്മൾ പ്രോബ്ലം ആയിട്ട് സെപ്പറേറ്റ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും പഠിക്കണം. പിന്നെ ടേബിളിന്റെ കണ്ടന്റ്സ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ടേബിളിന്റെ ഡിഫറെന്റ് പാർട്സ്. പിന്നെ ഡേറ്റ ക്ലാസിഫിക്കേഷൻ, 4 രീതിയിലാണ് ഡേറ്റ ക്ലാസിഫൈ ചെയ്യാറ്. ആ ഡേറ്റ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. പ്രൈമറി ഡേറ്റ എങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാന്നുള്ളതും പഠിക്കണം. ഏകദേശം ഇത്രയും പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഗ്രീൻ റെവല്യൂഷൻ പഠിക്കണം. 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഗ്രീൻ റെവല്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടും ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നിന്ന് തന്നെ ഒന്നിലധികം ചോദ്യങ്ങൾ പല ഭാഗത്തായിട്ട് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഡബിൾ പാസ് വേണം എന്നുള്ളവർ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. വരയ്ക്കാനുള്ളതെല്ലാം പഠിക്കണം, പ്രോബ്ലംസും എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്കണോമിക്സിന്റെ പ്രഡിക്ഷൻ വീഡിയോസ് ഒക്കെ പുറകെ വരുന്നുണ്ട്. ഒന്നുപോലും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്